പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഥാർത്ഥമായി നമ്മൾ സുവിശേഷത്തിൽ എന്താണ് കേൾക്കുന്നത്? കൃപയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. കൃപ നമ്മളിൽ ഇല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ് എന്ന് കർത്താവ് നമ്മോട് പറയുമ്പോൾ, അന്നേരം സുവിശേഷം നമ്മൾ എങ്ങനെ കേൾക്കണം? ദൈവകൃപയാലാണ് സുവിശേഷം നമുക്ക് കേൾക്കാൻ ഇടയാക്കുന്നത്. വചനം കേൾവിയിലൂടെയാണ് നമുക്കത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. വചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനം അത് വിശ്വാസയോഗ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഇടവരും. കാരണം സ്വർഗീയ നിക്ഷേപങ്ങൾ തുറന്ന് നമുക്ക് വേണ്ട സ്വർഗീയ കൃപകളെ ദൈവം പകർന്നു തരുന്നു. സ്തെഫാനോസ് എന്ന മനുഷ്യൻ ദൈവവചനം പ്രസംഗിച്ച് കടന്നു പോകുമ്പോഴാണ് കല്ലെറിയപ്പെടുവാൻ ഇടവന്നത്. കല്ലെറിയപ്പെടുന്ന സമയത്ത് അവർ കല്ലുമായി പാഞ്ഞു വന്നപ്പോൾ ദൈവകൃപയിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് സ്തെഫാനോസ് നിലവിളിച്ചു നോക്കിയത് സ്വർഗത്തിലേക്കാണ്. അപ്പൊ സ്വർഗം തുറന്നിരിക്കുന്നതും ആ സ്വർഗത്തിന്റെ ആ വലിയ മനോഹാരിത അനുഭവിക്കാൻ ഇടവന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെ കാണാൻ ഇടവന്നു. അന്നേരം സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് കൃപയാലാണെന്നും ഈ കൃപയാലുള്ള സുവിശേഷം വിളംബരം ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഏറ് കിട്ടിയാലും സ്വർഗം തുറക്കുന്നതും ആ സ്വർഗത്തിലേക്ക് സ്തെഫാനോസ് എന്ന മനുഷ്യനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും കർത്താവിനോട് കൂടെ ഇരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതാ സുവിശേഷം. സുവിശേഷം പ്രസംഗിച്ചാൽ അവന്റെ സൽഗുണങ്ങളെ കുറിച്ച് പ്രസംഗിക്കണം. ഈ സുവിശേഷം നമുക്ക് രക്ഷ തരുന്ന വഴിയാണ്, ഫലം തരുന്നതാണ്. ആ ഫലമാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, നന്മ, വിശിഷ്ടത, സൗമ്യത, ആത്മസംയമനം, ഇന്ദ്രിയ ജയം. ഇതൊക്കെ ആത്മഫലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ദൈവീക കൃപയാണ്. വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്. ഇതെല്ലാം കൃപയാലാണ് നമുക്ക് ദൈവം തന്നത്. ഈ കൃപയാണ് നമ്മൾ വചനത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്, വിശ്വാസം ഉറപ്പിച്ചു നിർത്തുന്നത്, നമ്മുടെ പ്രാർത്ഥന ജീവിതം നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്, സുവിശേഷ ഘോഷണത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്. കൃപയിൽ നിന്ന് വീണുപോകുന്ന മനുഷ്യരുണ്ട്. അവർക്ക് നിത്യതയിലെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകും. യൂദാസ് എന്ന മനുഷ്യൻ ദൈവകൃപയിൽ നിന്ന് വീണുപോയി, അവൻ നശിച്ചുപോയി. അതാണ് പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യർ അത് വിട്ടുകളഞ്ഞാൽ പിന്നെ വേറൊരു ക്രൂശിത മരണം ഇല്ലാത്തത് കൊണ്ടും ഒരേ ഒരു ക്രൂശിത മരണം ഉള്ളതുകൊണ്ടും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു നിനക്ക് തന്ന സ്വർഗീയ ആനന്ദത്തെ നീ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ നിനക്ക് സ്വർഗം നഷ്ടപ്പെടും. വിശ്വസിക്കണം. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്ന്. ഇത് പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെയും വിശ്വസിച്ച് ജീവിച്ച് കർത്താവിനോട് കൂടെ കടന്നു പോകാനുള്ള വിളിയാ ദൈവം തന്നത്. വിശ്വസിക്കുന്നതിന്റെ കൂടെ ഈ അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ ദൈവപ്രവൃത്തിയാണ്. അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും,
അവൻ പുതിയ ഭാഷകളിൽ സംസാരിക്കും. അവർ കർത്താവിന്റെ വേല ചെയ്യുന്നേ. രോഗികൾ, ബന്ധനങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങളെല്ലാം മാറിപ്പോകുന്നേ. ഇതാ ദൈവവചനത്തിന്റെ ശക്തി, കൃപയാലുള്ള ദൈവ സുവിശേഷം. ഈ സത്യവചനം നമ്മുടെ ഉള്ളിൽ ജീവൻ, അവിടുന്ന് ബലവും നമുക്ക് തരും. ബലഹീനനായ നമ്മളെ ബലപ്പെടുത്തും. കഴിവില്ലാത്ത നമ്മളെ ശക്തിപ്പെടുത്തും. അറിവില്ലാത്ത നമുക്ക് ജ്ഞാനവും കൃപയും തരും. അവന്റെ ശക്തിയാൽ നമ്മളെ നയിക്കും. അവന്റെ ജ്ഞാനം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയിരിക്കുന്നത്. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ മഹത്വവും ശക്തിയും അഭിഷേകവും ഞങ്ങൾ എല്ലാവരുടെ മേലേക്കും നീ അവിടുന്ന് ചൊരിഞ്ഞു തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.